പ്രിയമുള്ളവരെ, വിശുദ്ധ റമളാൻ മാസത്തിൽ ഏറ്റവും സവിശേഷമായ ഒരു രാത്രി തേടിയാണ് ഈ അവസാന പത്തിലെ ഓരോ രാത്രിയിലും നമ്മൾ ഉറക്കം എഴുന്നേറ്റിരിക്കുന്നതും പ്രത്യേകമായ രീതിയിൽ അമലുകളിൽ ഏർപ്പെടുന്നതും ഈ പള്ളിയിൽ നമ്മുടെ അതികാഫിൽ കഴിഞ്ഞുകൂടുന്നതുമൊക്കെ ഒരൊറ്റ രാത്രിക്ക് വേണ്ടി. ആ രാത്രി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ, എല്ലാവർക്കും അറിയാവുന്ന ലൈലത്തുൽ ഖദർ എന്ന രാത്രിയാണ്. ലൈലത്തുൽ ഖദർ എന്ന രാത്രി, ഒരൊറ്റ രാത്രി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിൽ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം, സൂറത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ട്. ഖദർ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി എത്രമേൽ പ്രധാനപ്പെട്ടതാണെന്നും നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. പല വിഷയങ്ങളും വിശുദ്ധ ഖുർആൻ സംസാരിച്ചു പോയ പല വിഷയങ്ങളും നമുക്ക് ഇതൊക്കെ സൂചനകൾ മാത്രമാണ്. വിശാലമായ വിശുദ്ധീകരണം നമുക്ക് കാണാൻ കഴിയുന്ന പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമസ്കാരം പോലും, നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ 5 നേരത്തെ നമസ്കാരത്തിന്റെ വക്തുകളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ, ഒക്കെ റസൂലിന്റെ വകയാണ്. അള്ളാഹു റസൂലാണ് പല കാര്യങ്ങളിലും നമുക്ക് വിശദീകരിക്കുന്നത്. അള്ളാഹുവിന് ചില സൂചനകൾ മാത്രമാണ് ചില വിഷയങ്ങൾ അള്ളാഹു നടത്താറുള്ളത് പോലും. പക്ഷെ എന്നിട്ടും വിശുദ്ധ ഖുർആൻ ഒരു അധ്യായം ലൈലത്തുൽ ഖദർ എന്ന ഒരു രാത്രിയെ വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹു മാറ്റി വെച്ചിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് അതിനെ ക്ലോസ് ചെയ്ത് നിർത്തുന്നുണ്ട് എങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഉമ്മത്ത് ഈ വിഷയത്തിൽ അശ്രദ്ധവാന്മാരായി പോകാൻ പാടില്ല. ഏതെങ്കിലും ചർച്ചകൾക്കിടയിൽ, വരികൾക്കിടയിലൂടെ സൂചിപ്പിച്ചു പോകാവുന്ന ഒരു രാത്രിയല്ല ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അത് നഷ്ടപ്പെട്ടു പോകുക അത്രമേൽ നിർഭാഗ്യമുള്ള ഒരു മനുഷ്യനെ സാധ്യമാകുള്ളൂ. മൻ ഹുരിമഹ ഹുരിമൽ ഖൈർ കുല്ലുഹു എന്ന റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിന്റെ പവിത്രതയും പോരിശയും ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയാൽ റമളാന്റെ മുഴുവൻ നന്മകളും ആ മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അത്ര എളുപ്പമൊന്നും ആർക്കും അത് നഷ്ടപ്പെട്ടു പോവില്ല. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം നിർഭാഗ്യവാനായ ഒരു വിശ്വാസിക്കല്ലാതെ ഒരു കാരണവശാലും ലൈലത്തുൽ ഖദറിന്റെ പരിശുദ്ധിയും പവിത്രതയും ശ്രേഷ്ഠതയും നഷ്ടപ്പെട്ടു പോകാറില്ല എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ രാത്രി. അത് പഠിപ്പിക്കാനും സൂചിപ്പിക്കാനും വേണ്ടിയാണ് ഒരു അധ്യായം തന്നെ അല്ലാഹു മാറ്റി വെച്ചത്. വേറെ ഒന്നും അതിനിടയിൽ ചർച്ച ചെയ്തിട്ടില്ല, വേറൊരു വിഷയവും പറഞ്ഞു പോയിട്ടില്ല. വരികൾക്കിടയിലൂടെ പറഞ്ഞു പോയ പരോക്ഷമായ ഒരു സൂചനയല്ല ലൈലത്തുൽ ഖദർ. ഖുർആൻ സംസാരിച്ച ഒരു അധ്യായം, എളുപ്പമുള്ള അധ്യായം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നാം അതിനെ ഇറക്കിയിരിക്കുന്നു. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് ഇതിൽ കൂടുതൽ വിശദീകരിക്കാനില്ല. അല്ലാഹു വളരെ സ്പഷ്ടമായും വ്യക്തമായും എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞുപോയി. അതിനെ വ്യാഖ്യാനിക്കേണ്ട ബാധ്യതകൾ മാത്രമേ പ്രവാചകനും പിന്നെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർക്കും ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. അല്ലാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നാം അതിനെ ഇറക്കിയിരിക്കുന്നു. ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രിയിൽ നാം അതിനെ ഇറക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഈ അതിനെ എന്നുള്ളതിന്റെ ഉദ്ദേശം വിശുദ്ധ ഖുർആൻ ആണെന്ന് അല്ലാഹു സൂറത്തുൽ ബഖറയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഹു എന്നതുകൊണ്ട്, അതിനെ എന്ന് പറഞ്ഞത് കൊണ്ട് എന്തിനെയാണ് ഇറക്കിയത് എന്നത് നോക്കിയാൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു പോയതാണ്. അതിനോട് ചേർത്ത് വായിക്കേണ്ട ചാപ്റ്ററാണ് ഖദറിന്റെ അധ്യായം എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിനെ നമ്മൾ ഇറക്കി, അഥവാ വിശുദ്ധ ഖുർആനെ നാം ഇറക്കിയിരിക്കുന്നു. ആ ഖുർആൻ ഇറക്കിയത് വിധി നിർണായകമായ, വിധി നിർണയിക്കുന്ന ഒരു രാത്രിയാണ് എന്ന്. അത് ലൈലത്തുൽ ഖദറിന്റെ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്, വിധി നിർണയിക്കുന്ന രാത്രി. ഈ വിധി നിർണയിക്കുന്ന രാത്രി എന്നതിന്റെ വിശദീകരണം നമുക്ക് സൂറത്തുൽ ദുഹാന്റെ തുടക്കത്തിൽ കാണാൻ കഴിയും. സൂറത്തുൽ ദുഹാന്റെ ആദ്യത്തെ 4 ആയത്തുകൾ പരിശോധിക്കുമ്പോൾ ഇതുകൂടി ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അതിനെ, അവിടെയും ഹു എന്ന് പറയുന്നത് തന്നെ അല്ലാഹു ഖുർആൻ ഉദ്ദേശിച്ചാണ്. ഇന്നാ അൻസൽനാഹു, അതിനെ നാം ഇറക്കിയിരിക്കുന്നു, ഫീ ലൈലത്തിൻ മുബാറക, പവിത്രമായ പരിശുദ്ധമായ ഒരു രാത്രിയിൽ. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, വിധി നിർണയിക്കപ്പെടേണ്ട വിഷയങ്ങളുടെ തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ദിവസം കൂടിയാണ് ഈ ദിവസം എന്ന് വിശുദ്ധ ഖുർആൻ. ഈ വിധി കൽപ്പിക്കപ്പെടുന്ന, വിധി നിർണയിക്കപ്പെടേണ്ട വിഷയങ്ങളിലെ ഒരു കണക്കെടുപ്പ് പൂർത്തീകരിക്കുകയും അതിന്റെ റെക്കോർഡ് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന, യുഫ്റഖു വിഭജിച്ച് നൽകുകയും ചെയ്യുന്ന രാത്രിയാണ് ഖുർആൻ പറയുന്നത്. ഈ 2 രാത്രിയും 2 എന്ന് കണക്കാക്കുന്ന ഒരു തെറ്റായതാണ് നമ്മുടെ സമുദായത്തിനിടയിൽ കടന്നു കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ദുഹാൻ പറഞ്ഞ രാത്രി ശഅബാന്റെ 15-ാം രാവാണെന്നും അതാണ് ബറാഅത്ത് രാവെന്നും ആ ദിവസത്തിലാണ് അല്ലാഹു അടുത്തൊരു വർഷത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുടെ വിധി തീർപ്പ് നടപ്പിലാക്കിയിട്ട് മലക്കുകൾക്ക് ദൗത്യങ്ങൾ വിഭജിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കിടയിൽ. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം ഈ 2 അധ്യായവും കൂടി ചേർത്ത് വായിക്കുന്നിടത്താണ് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുക. അല്ലാഹു ലൈലത്തുൽ ഖദർ വിധി നിർണയിക്കുന്ന,
വിധി നിർണയിക്കുന്ന രാത്രി എന്ന് ഖുർആൻ പറഞ്ഞ അതേ വാക്കിന്റെ വിശദീകരണമാണ് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. വിധി നിർണയിക്കുന്ന രാത്രി എന്ന് ഖുർആൻ അവിടെ വിശദീകരിക്കുന്നത്. എന്താണ് വിധി ഇവിടെ? ഒരു വർഷം അടുത്തൊരു വർഷത്തേക്ക് ഒരു മനുഷ്യന് ആവശ്യമായ, ഒരു മനുഷ്യൻ ബന്ധപ്പെട്ടേക്കാവുന്ന, അല്ലെങ്കിൽ ഒരു സമൂഹം ബന്ധപ്പെട്ടു പോകുന്ന സർവ്വ മേഖലകളുടെയും വിഷയത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ്, ഒരു മനുഷ്യനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അടുത്ത വർഷം ഹജ്ജിന് ആരൊക്കെ പോകുന്നുണ്ട് ആരൊക്കെ പോകുന്നില്ല എന്ന് തുടങ്ങിയിട്ടെല്ലാം ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് മലക്കുകളെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്നതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം തന്നെ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന് ലൗഹുൽ മഹ്ഫൂദ് എല്ലാം അങ്ങനെയാണ്. എല്ലാ വിഷയവും ഖുർആനാകട്ടെ, ഖുർആനെ നാം ഇറക്കി എന്ന് പറഞ്ഞെടുത്ത് പോലെ ഒരു ചർച്ചയുണ്ട് ഇവിടെ. ഖുർആനെ നാം ഇറക്കിയിരിക്കുന്നു. ഈ ചർച്ച കൊണ്ട് ഈ രാത്രി, വിധി നിർണായകമായ രാത്രി ഇറക്കി എന്ന് പറയുമ്പോൾ ഏത് ഇറക്കലാണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഇപ്പൊ കാരണം നമുക്കറിയാം, ഖുർആൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഇറങ്ങിയിട്ടില്ല. 23 വർഷക്കാലത്തെ ജീവിതം പ്രവാചകന്റെ ജീവിതത്തിൽ ഘട്ടം ഘട്ടമായി സാന്ദർഭികമായ ആവശ്യങ്ങൾക്കനുസൃതമായിട്ടാണ് വചനങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. എന്നിട്ട് ഒറ്റ രാത്രിയിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, അതിന് ഒരു വാക്കർത്ഥം പറഞ്ഞാൽ എഴുതി സൂക്ഷിക്കപ്പെടുന്ന പലക എന്നർത്ഥം വരുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിന് പേര് അതെന്താണ് എങ്ങനെയാണ് നമുക്കറിയില്ല. എല്ലാം രേഖപ്പെടുത്തുന്ന സ്ഥലം, ആ സ്ഥലത്ത് നിന്ന് ആ ഓരോ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് പുറത്തേക്ക് അല്ലാഹു നീ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്ക് അവതരിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ ഇറക്കിയത് ഒറ്റ രാത്രിയിലാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം. രണ്ടാമത് വിശദീകരിക്കപ്പെടുന്നത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 ആയത്തുകൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന 5 ആയത്തുകളുടെ അവതരണം ഹിറാ ഗുഹയിൽ വെച്ച് ആരംഭിക്കുന്ന രാത്രി എന്നുള്ളത് അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയായിരുന്നു, അത് റമദാൻ മാസത്തിലായിരുന്നു എന്നാണ് പിന്നെയുള്ള വ്യാഖ്യാനം. ഇത് രണ്ടും ഒന്നാണ്, രണ്ടും ഒരേ ദിവസം സംഭവിച്ചിരിക്കുന്നു എന്ന് സംസാരിച്ച പണ്ഡിതന്മാരുമുണ്ട്. അഥവാ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കും പിന്നെ അതുപോലെ റസൂലിലേക്കും അവതരിപ്പിക്കപ്പെട്ട അതിന്റെ ആരംഭവും കുറിക്കുന്നത് ഒരേ രാത്രിയിലാണെന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഒറ്റ രാത്രിയിൽ സംഭവിച്ചു എന്ന് വിശദീകരിക്കുന്നു. അപ്പൊ ഈ വിഷയം നടക്കുന്ന, ഈ ഖുർആൻ ഇറങ്ങി എന്ന് പറയുന്ന ഇതേ രാത്രിയിലാണ് അടുത്തൊരു വർഷത്തേക്കുള്ള, ഇതിന് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആൻ വരുന്നു. അതുപോലെ ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു എഴുതി സൂക്ഷിച്ചിട്ടുള്ള മനുഷ്യ ജീവിതത്തിന്റെ വിധികളെ കുറിച്ചുള്ള വ്യക്തമായ വിശദീകരണം അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കുന്നതും ഈ രാത്രിയിൽ നിന്നാണ് വിശദീകരിക്കുന്നത്. ഇത് 2 അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ ദുഹാനിലും അത് തന്നെയാണ്. സൂറത്തുൽ ഖദറിലും പറയുന്ന കാര്യം മലക്കുകളെ അടുത്തൊരു വർഷം, അള്ളാഹുവിന്റെ പട്ടാളമാണ് മലക്കുകൾ, ആ മലക്കുകൾക്കുള്ള ചുമതല ഏൽപ്പിക്കുകയാണ്. അടുത്തൊരു വർഷം ഒരു മനുഷ്യന് ലഭ്യമാകുന്ന ഭക്ഷണത്തിന്റെ കണക്കുകൾ, ഒരു മനുഷ്യൻ ജീവിക്കാവുന്ന കാലഘട്ടത്തിനെ കുറിച്ചുള്ള വ്യക്തമായ ലിസ്റ്റുകൾ, അടുത്ത വർഷം ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളെ കുറിച്ചുള്ള ലിസ്റ്റുകൾ, വ്യക്തമായി ഓരോന്നും മലക്കുകളെ ഏൽപ്പിക്കുന്ന നിർണായകമായ രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്നാണ് ഈ 2 അധ്യായങ്ങൾ വിശദീകരിക്കുന്നത്. രണ്ട് രാത്രിയല്ല, ഷഅബാന്റെ 15 റമദാന്റെ അവസാനത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലൈലത്തുൽ ഖദറും അത് രണ്ടും രണ്ടാണ് എന്ന് കണക്കാക്കും തെറ്റായ ധാരണയാണ്. 2 അധ്യായങ്ങളും പറഞ്ഞത് ഒരേ ഒരു രാത്രിയാണ്. ആ രാത്രി റമദാൻ മാസത്തിലെ രാത്രിയാണ്. ഖുർആൻ അവതരണത്തിന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത രാത്രിയാണ്. ആ രാത്രിയുടെ മഹത്വമാണ് പിന്നെ അല്ലാഹു സംസാരിക്കുന്നത്. ഇതിനെ അടിസ്ഥാനപരമായി ഖുർആൻ അവതീർണമായി എന്നതാണ് മഹത്വം എന്നുള്ളത് എന്ന് പറഞ്ഞ അല്ലാഹു നിർത്തുന്നില്ല. അതിന് ശേഷം അതിനെ വിശദീകരിക്കുന്നു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിങ്ങൾക്ക് അറിയുമോ ലൈലത്തുൽ ഖദർ? ആ ഒരു വാചകം അല്ലെങ്കിൽ ആ ഒരു ആയത്ത് തന്നെ അധികം നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. അധികം നിൽക്കുന്നത് പോലെ അല്ലാഹു ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ ഖദർ എന്ന രാത്രിയിലാണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രി അറിയുമോ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പോലിഷമാണ് എന്ന് പറഞ്ഞു പോയാൽ മതി. അങ്ങ് പറഞ്ഞു പോകേണ്ട ഒരു ഭാഗത്ത് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ രാത്രി നിങ്ങൾക്ക് അറിയുമോ എന്നൊരു ചോദ്യം മുമ്പിൽ വെക്കുമ്പോ ആ ചോദ്യം മനുഷ്യന് ശ്രദ്ധ പിന്നിൽ ക്ഷണിക്കാണ്. ഒരു അധ്യായം കൊണ്ടുവന്നു, അധ്യായത്തിന്റെ ആരംഭത്തിലേ പറഞ്ഞു ലൈലത്തുൽ ഖദർ എന്ന രാത്രി ഞാൻ ചെയ്തിരിക്കുന്നു, ഖുർആൻ ഇറക്കിയിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. എന്നിട്ട് അല്ലാഹു ഒരിക്കൽ കൂടി ഒരു ചോദ്യം പോലെ ആ വാക്ക് ഒരു 3 ആയത്തുകൾക്കിടയിൽ, ചില വാചകങ്ങൾക്കിടയിൽ ഈ വാക്ക് 3 തവണ ആവർത്തി വരെയാണ്. 3 ആവർത്തിയും വന്നു അറിയുമോ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ എന്ന രാത്രി എന്ന് ശ്രദ്ധ ക്ഷണിക്കുന്നു മനുഷ്യനെ. അവൻ അശ്രദ്ധനായി പോകേണ്ട ഒരു വിഷയമേ അല്ല ലൈലത്തുൽ ഖദർ. അങ്ങനെ എങ്ങും അശ്രദ്ധമായി പോകേണ്ട ഒരു രാത്രിയല്ല ലൈലത്തുൽ ഖദർ. അതൊന്നുകൂടി പറഞ്ഞു നിങ്ങൾക്ക് അറിയുമോ അതെന്ന് ചോദിച്ചിട്ട് അല്ലാഹു പറഞ്ഞു ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. അതാണ് അതിന്റെ ഏറ്റവും മികച്ചൊരു വശം അല്ലാഹു സംസാരിക്കുന്നുണ്ട്. 1000 മാസങ്ങളെക്കാൾ പോരിശയുണ്ട് ഒരൊറ്റ രാത്രിക്ക് എന്ന്. 1000 മാസങ്ങളുടെ പോരിശ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വലിയൊരു വണ്ണം തോന്നാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ രാത്രിയും അല്ലെങ്കിൽ മണിക്കൂറുകൾ അതിനെങ്കിൽ വലിയ വില വിഷയം ഇസ്ലാമികമായി നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ദീനീപരമായി നോക്കുമ്പോൾ തോന്നാറേയില്ല.
നമുക്ക് ദുനിയാവിന്റെ വണ്ണം, അതിന്റെ വലിപ്പം ആയിരക്കണക്കിന് രൂപയാണ്, കോടിക്കണക്കിന് സമ്പാദ്യങ്ങളാണ്. ആ വിധത്തിൽ അത് സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. അതില് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ സ്വത്ത് ഏതെന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഈ അധ്യായം. നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് പണമല്ല, നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ബന്ധങ്ങളല്ലേ. അതിനും അപ്പുറത്തേക്ക് മനുഷ്യൻ ഈ കാണുന്ന പണവും സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ അനുഭവിക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായത് സമയം. മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ടൈമാണ്, സമയമാണ്, ഓരോ നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങൾ ഓരോന്നും വിലപ്പെട്ടതാണ്. എന്ന് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പുണ്ടല്ലോ, അത് മിടിക്കുന്ന ഓരോ മിടിപ്പിലും പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യ നിന്റെ ജീവിതം സെക്കൻഡുകളും മിനിറ്റുകളുമാണ് എന്ന്. നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് എന്നുള്ളത് ഒരു മിനിറ്റിൽ 72 പ്രാവശ്യത്തോളം ഒരു മനുഷ്യന്റെ ഹൃദയം, ശരാശരി ആരോഗ്യമുള്ള മനുഷ്യന്റെ ഹൃദയം സ്പന്ദിക്കുന്നത് 60 സെക്കൻഡിൽ 72 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് തികച്ചു വേണ്ട ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് നിലച്ചു പോകാൻ. മനുഷ്യന്റെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ദൂരം എന്നുള്ളത് ഒരു സെക്കൻഡിന് താഴെയാണ്. ആ ഓരോ സെക്കൻഡുകളും നമ്മൾ കടന്നു പോകുന്നത്, അത് നമ്മുടെ ജീവിതം. ഓരോ സെക്കൻഡുകളും നമ്മൾ കടന്ന് മുന്നോട്ട് പോകണം. സെക്കൻഡുകൾ മിനിറ്റുകൾക്കും മിനിറ്റുകൾ മണിക്കൂറുകൾക്കും മണിക്കൂറുകൾ ദിവസങ്ങൾക്കും ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും ഒക്കെ വഴിമാറി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഉണ്ടാവുന്നത്, ഒരു ആയുഷ്കാലം രൂപപ്പെടുന്നത്. ഈ ജീവിതം തന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു? 60 70 വർഷമാണ് നമ്മുടെ ആയുസിന്റെ ശരാശരി. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സമുദായത്തിന്റെ ശരാശരി ആയുസ് 60-നും 70-നും ഇടയിലാണ്. അത് കടന്നു പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കുറവാ. 70 വയസ്സിന് നമ്മൾ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ കുറച്ചുപേരേ ഉള്ളൂ. എല്ലാവരും ശരാശരി പ്രായം 60-നും 70-നും ഇടയിലാണ്. 60-70 വർഷം ഒരു മനുഷ്യൻ ജീവിച്ചാൽ നമുക്ക് എത്ര സമയം പ്രവർത്തിക്കാൻ കിട്ടും? പരലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ എത്ര സമയം ഉണ്ടാവും? ഇത് ആശൽ എന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പാടിയ ഒരു കവിതയുണ്ട്. ഒരു 60 വർഷം ഒരാൾ ജീവിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പകുതി ആയുസും ഉറക്കമല്ലേ, അവൻ ഉറങ്ങിപ്പോവല്ലേ, അവൻ വിശ്രമിക്കാണ്. രാത്രി കാലങ്ങളിലോ പകലിലോ ആയി അവൻ ഉറങ്ങുന്നു. 12 മണിക്കൂറോളം ഉറക്കവും വിശ്രമവുമായിട്ട് കടന്നു പോവുകയാണ് ഓരോ ദിവസത്തിലും. ശരിക്കും 60 വയസ്സ് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ 30 വർഷവും അവൻ വിശ്രമിച്ചു കഴിയുകയാണ്. പിന്നെയുള്ള 30 വർഷങ്ങളിൽ അവന്റെ ബാല്യമുണ്ട്, ശൈശവമുണ്ട്. ശൈശവ കാലഘട്ടവും ബാല്യകാലഘട്ടങ്ങളും എട്ടും പൊട്ടും തിരിയാത്ത പ്രായമാണ്. 10-15 വയസ്സ് വരെ നമുക്ക് എന്തെങ്കിലും അറിയാമോ? അങ്ങനെ ഒന്നും തിരിയാത്ത ഒരു കാലഘട്ടം, കളിച്ച് രസിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയും നമ്മുടെ ജീവിതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ അല്പം കൂടി ഉത്തരവാദിത്തപ്പെട്ട മെച്യൂരിറ്റിയുള്ള ജീവിതത്തിലേക്ക് വന്നാലോ, ജീവിതത്തിന്റെ തിരക്കുകൾ നമ്മളെ പിടിച്ചു കിട്ടുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് കുടുംബം നോക്കണം, ജോലി നോക്കണം, അങ്ങനെ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ തിരക്കിലേക്കുമാണ്. ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് മക്കളൊക്കെ ഒന്ന് പഠിച്ച് അവരൊക്കെ ഒരു ജോലിക്കാരായി മാറുമ്പോൾ നമുക്ക് വാർദ്ധക്യം വന്നിരിക്കും. നമുക്ക് വാർദ്ധക്യത്തിന്റെ രോഗങ്ങളും ലക്ഷണങ്ങളും ക്ഷീണങ്ങളും വന്നു തുടങ്ങിയിരിക്കും. പിന്നെ എവിടെയാണ് മനുഷ്യരെ 60 വയസ്സ് ജീവിക്കുന്നവന് പ്രവർത്തിക്കാൻ സമയം ഉണ്ടാവുക? 60 വയസ്സ് ജീവിക്കുന്നവർക്ക് പോലും ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിച്ച സമയത്തെ എണ്ണിയെടുക്കുകയാണെങ്കിൽ മണിക്കൂറുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മാസങ്ങളുടെ പോരിശയുള്ള ഒരു രാത്രി കൊടുക്കുന്നത്. 83 വർഷം. 83 വർഷത്തേക്ക് നമ്മുടെ ജീവിതം എക്സ്റ്റെൻഡ് ചെയ്ത് നൽകുന്നു, അല്ലാഹു നീട്ടി നൽകുകയാണ്. ചെറിയ കാര്യമല്ല. ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചികിത്സാ സഹായകമായിട്ട് ആ മാസത്തിൽ ധാരാളമായ ആൾക്കാർ വരാറുണ്ട് ചികിത്സിക്കണം. ഒരു മേജർ സർജറി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ. എന്റെ ബന്ധു, വാപ്പ, ഉമ്മ, അങ്ങനെ പലരെയും വിഷയം പറഞ്ഞ ആൾക്കാർ വരാറുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായി നമ്മൾ കാണുന്നതാണ് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ. അതിനാണ് ആൾക്കാർ കൊടുക്കുന്നതും. എന്തുകൊണ്ട് കൊടുക്കുന്നു? കാരണം 30 ലക്ഷം രൂപ വേണം, 50 ലക്ഷം രൂപ വേണം, 80 ലക്ഷം രൂപ വേണം. 1 കോടി രൂപ ചിലവാക്കിയിട്ട് ഒരു സർജറി നടപ്പിലാക്കിയാൽ മാത്രമേ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ. വലിയ പ്രായമില്ലാത്ത ആളാണ്, പറക്കമുറ്റാത്ത മക്കളുള്ള ഒരു പിതാവാണ്, അയാളാണ് കുടുംബത്തിന്റെ അത്താണി എന്നുള്ളത്. അതുകൊണ്ട് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സഹായിക്കണം. 80 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. കാരണം ഇങ്ങനെ പോയാൽ, ഈ അവസ്ഥയിൽ തുടർന്നാൽ 6-7 മാസത്തിനപ്പുറത്ത് ഈ മനുഷ്യന്റെ ജീവിതം പോകില്ല, ഇയാൾ മരണപ്പെടും എന്ന് ഡോക്ടർമാർ വിധി ചെയ്തൊരു പേഷ്യന്റിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി. എന്താ ഉറപ്പ്? 10-20 വർഷത്തേക്ക് ഉറപ്പാണ്. ഹാർട്ട് സംബന്ധമായ, ഹാർട്ടിനാണ് സർജറി എങ്കിൽ ഹാർട്ട് സംബന്ധമായ ഒരു പ്രശ്നം 20 വർഷത്തേക്ക് ഉണ്ടാവില്ല. അത് ഡോക്ടർമാരുടെ ഗ്യാരണ്ടിയാണ്. കരളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അത് അവർ പറയും 50 ലക്ഷം രൂപ മുടക്കി ഒരു സർജറി ചെയ്താൽ പിന്നെ 10-20 വർഷത്തേക്ക് പേടിക്കണ്ട. 20 വർഷത്തേക്ക് ഒരു മനുഷ്യന്റെ ജീവിതം ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട് നീളെ പിരിവ് നടത്തുന്നു. അതിൽ ബന്ധുക്കൾ പൈസ ഉള്ളവരാണെങ്കിൽ അങ്ങനെ 50 ലക്ഷം 80 ലക്ഷം കൊടുത്ത് സർജറി ചെയ്തിട്ട് 10-20 വർഷം കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യവും ഒരു സാധ്യതയും ഉറപ്പുമില്ല. ഒരു മനുഷ്യന്റെ വിഷയത്തിലും ഓപ്പറേഷൻ കഴിഞ്ഞ് വിജയകരമായ ഓപ്പറേഷൻ പൂർത്തിയാക്കി കുടുംബത്തോടെ സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ട് ആ സന്തോഷത്തോടെ വീട്ടിലേക്കുള്ള യാത്രയിൽ അപകടത്തിൽ മരണപ്പെട്ടു പോയ എത്ര മനുഷ്യരുണ്ട്. അത് പടച്ചവന്റെ കഥറാണ്.
റബ്ബിന്റെ തീരുമാനമാണ്. പക്ഷെ ഇവിടെ നോക്കൂ നിങ്ങൾ, എത്ര മനുഷ്യർക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ സർജറികൾ ഇവിടുത്തെ ഓരോ ഹോസ്പിറ്റൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസവും പ്രതിദിനം നടക്കുക. എന്തിനാണ് ഈ പണം മുഴുവൻ മുടക്കി സർജറി ചെയ്യുന്നത്? കോടികളുടെ ബിസിനസ്സുകൾ നടക്കുന്നത് എന്തിനാണ്? മനുഷ്യന്റെ ജീവിത വ്യവസ്ഥയാണ്. 10-20 വർഷം കൂടി ജീവിക്കാൻ ഒരു മനുഷ്യന് അവസരമുണ്ടാകുമെങ്കിൽ അതിനുവേണ്ടി പണം മുടക്കാൻ നമ്മൾ തയ്യാറാണ്. അയാൾക്ക് വേണ്ടി ഉറക്കമുളയ്ക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ വാപ്പയ്ക്ക് അല്ലെങ്കിൽ ഉമ്മയ്ക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി ഇത് കണക്കൊരു സർജറി ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എങ്കിൽ എത്ര ദിവസം നമ്മൾ ഉറക്കമുളയ്ക്കും, എത്ര രാത്രി ഉറക്കമുളച്ച് നമ്മൾ ആശുപത്രിയിൽ ഇരിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും, പണം മുടവാക്കി അവർക്ക് വേണ്ടി ഇനി ചികിത്സ നടത്തി അവരെ പുറത്തുകൊണ്ട് ഒരു ആരോഗ്യത്തോടെ ഇനി നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന്. 10-20 വർഷം ജീവിക്കാൻ ഒരാളെ ജീവിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയുമൊക്കെ സാക്രിഫൈസ് ചെയ്യുമ്പോഴത്തേക്കും 1000 മാസങ്ങൾ 83 വർഷം നമുക്ക് ജീവിച്ചിരുന്ന പ്രതിഫലം കിട്ടാൻ വെറുതെ ജീവിച്ചിരുന്നാലേ 83 വർഷവും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കഴിഞ്ഞു പോകുന്ന, അങ്ങനെ ജീവിക്കണമെങ്കിൽ 800 വർഷവും നമ്മൾ ജീവിക്കണം. 800 വർഷമെങ്കിലും ജീവിച്ചിട്ട് പ്രതിദിനം 2 മണിക്കൂറെങ്കിലും നമ്മൾ പണിയെടുത്താൽ മാത്രമേ 83 വർഷക്കാലം നമ്മൾ ഈ കർമ്മങ്ങൾ കൊണ്ട് സമ്പാദിക്കാൻ നമ്മൾ സാധ്യമാകുള്ളൂ. പക്ഷെ അതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് നൽകാമെന്ന് പറയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ 83 വർഷത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് നൽകാമെന്ന് പറയുമ്പോൾ ആ ഒരു രാത്രി ഒന്ന് പണിയെടുക്കാൻ, ആ ഒരു രാത്രി പണിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ ഈ ഉമ്മത്ത് എത്രത്തോളം അള്ളാഹുവിന്റെ ഓഫറുകളെ നിരാകരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. പടച്ചവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹു നമുക്ക് വെച്ച് ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷ വെക്കുന്നു, അള്ളാഹു മുമ്പിൽ വെക്കുന്ന പരലോകത്ത് നമ്മൾ കാംക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി നിങ്ങൾ തേടിപ്പിടിക്കണേ എന്ന്, ആ രാത്രിയെ തേടിപ്പിടിക്കണേ എന്ന് പറഞ്ഞ ആ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളോടും ഈ ഖദ്ർ എന്ന അധ്യായത്തോടും നമ്മൾ എത്ര നീതി പുലർത്തുന്നുണ്ട്. ഈ രാത്രി തേടാത്ത, ഈ രാത്രിയും വിശ്രമിക്കുന്ന, ഈ രാത്രിയും സുഖമായി ഉറങ്ങുന്ന ഒരു മനുഷ്യൻ ഈ രാത്രി തിരയാൻ എന്ന് ഇതൊക്കെ വാക്കുകൾ റസൂൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ അതിനെ തിരഞ്ഞു പിടിക്കണം, അല്ലാതെ കിട്ടൂല. നിങ്ങൾ തേടി പിടിക്കണം. എന്നും ഒക്കെ റസൂൽ പറയുന്നത്. നിങ്ങൾ തേടി പിടിക്കണം, നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കണ്ടെത്തണം, അത് റസൂൽ പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ഒരു നീതീകരിക്കാൻ കഴിയുള്ളൂ. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്, ഏതോ ഒരു മുഹൂർത്തത്തിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സുപ്രധാനമായ ഒരു മുഹൂർത്തത്തിലേക്ക് മാത്രം നമ്മുടെ കാര്യങ്ങൾ കേന്ദ്രീകരിക്കുകയല്ലോ. അള്ളാഹു അതൊന്നും വ്യക്തമാക്കിയിട്ടില്ല. വെള്ളിയാഴ്ചയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമുണ്ടെന്ന് പറയുമ്പോൾ ആ സമയം വ്യക്തമാക്കിയിട്ടില്ല. ലൈലത്തുൽ ഖദ്ർ ഒരു രാത്രി റമദാനിലുണ്ട് എന്ന് പറയുമ്പോൾ ആ രാത്രിയും അള്ളാഹു വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ റസൂൽ എന്ത് ചെയ്തു? അല്പം കൂടി കടന്ന് വിശ്വാസികൾ 30 രാത്രിയും അത്രമേൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ഒരു പക്ഷെ കഴിയാതെ പോയാൽ എന്റെ ഉമ്മത്ത് അശ്രദ്ധമായിരിക്കുന്ന രാത്രിയിലാണ് ലൈലത്തുൽ ഖദ്ർ കടന്നു പോകുന്നതെങ്കിലും അതുകൊണ്ട് ചില സൂചനകൾ കൊടുത്തു. അവസാനത്തെ 10 നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. അവസാനത്തെ 10 ഒന്ന് ശ്രദ്ധിച്ചോളണം. അവിടെയാണ് കൂടുതൽ സാധ്യത എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിനോടുള്ള ഗുണകാംക്ഷ കൂടിയിട്ട് താല്പര്യം കൂടിയിട്ട് റസൂൽ പിന്നെയും പറഞ്ഞു, എന്നാലും അതിൽ ഏറ്റവും ഒറ്റപ്പെട്ട രാത്രികൾ കൂടി ഒന്നുകൂടി പരിഗണിക്കണേ എന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്റിന്റെ സാധ്യത ഏറ്റവും കൽപ്പിക്കപ്പെടുന്ന നിമിഷങ്ങളെ കുറിച്ചുള്ള സൂചനകളെങ്കിലും കൊടുത്തു പോയിട്ടില്ലെങ്കിൽ ഇവർ നഷ്ടപ്പെടുത്തി കളയുമോ എന്ന റസൂലിന് ആശങ്കയുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ അളന്നു നോക്കുമ്പോൾ വിധി നിർണായകമായ രാത്രി തുലാസിൽ വെച്ച് നന്മയും തിന്മയും തൂക്കുന്ന നാളിൽ ഏറ്റവും നിർണായകമായ ഒരു രാത്രി എന്നുള്ളത് ലൈലത്തുൽ ഖദ്ർ. ഏറ്റവും നിർണായകമായ രാത്രി. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്ന 3 കൂട്ടുകാരുണ്ട്. ആ 3 കൂട്ടുകാരൻ അള്ളാഹുവിന്റെ ഒരുമിച്ച് വന്നു റസൂലിന്റെ മുമ്പിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. അള്ളാഹു റസൂലിന്റെ മുമ്പിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് അവർ 3 പേരും പ്രവാചകനുമായി ബൈഅത്ത് ചെയ്തു. ഇസ്ലാമിന് വേണ്ടിയിട്ട് അവർ ജീവിതം നൽകാൻ തയ്യാറായി. അതിലൊരു കൂട്ടുകാരൻ രക്തസാക്ഷിയായി മരണപ്പെട്ടു പോയി. പിന്നെയും ചില വർഷങ്ങൾക്ക് പുറത്ത് മറ്റൊരു കൂട്ടുകാരൻ മരണപ്പെട്ടു. സുഖനിദ്രയിൽ ആ മനുഷ്യൻ വീട്ടിൽ കിടന്ന് തന്നെ മരണപ്പെട്ടു പോയി. ഈ 2 പേരുടെയും മരണങ്ങൾക്ക് ശേഷം ഈ 2 പേരുടെയും സ്വർഗീയമായ ഒരു ജീവിതത്തെ കുറിച്ച് സഹാബി സ്വപ്നം കാണുന്നുണ്ട്. ഈ 2 പേരിൽ ഈ രണ്ടാമത്തെ ആൾ അഥവാ സുഖമായി അയാളുടെ വീട്ടിൽ സുരക്ഷിതമായി കിടന്ന് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ദറജ കണ്ട് ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. രക്തസാക്ഷിയേക്കാൾ ഉയർന്ന സ്ഥാനമുണ്ട് എന്ന് റസൂലിന്റെ മുമ്പിൽ വന്ന് ഈ സഹാബി വിഷയം പറഞ്ഞു. റസൂൽ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ 2 പേരുടെയും സ്വർഗീയമായ ജീവിതം നോക്കുമ്പോൾ രക്തസാക്ഷിയേക്കാൾ ഉയർന്നൊരു പദവിയിലാണ് ഈ സാധാരണഗതിയിൽ മരണപ്പെട്ട ഒരു മനുഷ്യൻ നിൽക്കുന്നത്. അതെങ്ങനെ റസൂൽ സാധ്യമാവുക? എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിനുശേഷവും വർഷങ്ങൾ അയാൾ ജീവിച്ചില്ല. മറ്റേയാൾ രക്തസാക്ഷിയായി. അത് പവിത്രമായ മരണമാണ്, ശ്രേഷ്ഠമായ മരണമാണ്, അതൊരു വിഷയമേ അല്ല. പക്ഷെ അതിനുശേഷവും ഈ കൂട്ടുകാരോട് ജീവിച്ചു. അയാൾ റമദാൻ കടന്നുപോയ ജീവിതത്തിലൂടെ ചില റമദാനുകൾ എത്ര ലൈലത്തുൽ ഖദ്റുകൾ കടന്നുപോയി ആ മനുഷ്യൻ ജീവിതത്തിലൂടെ. അയാൾ നമസ്കരിച്ചിട്ടുണ്ട്, ലൈലത്തുൽ ഖദ്റുകൾ ഹയാത്താക്കിയിട്ടുണ്ടാകും, റമദാനിൽ ജീവിച്ച മനുഷ്യനാണ്. അപ്പൊ അതൊക്കെ അയാളുടെ കർമ്മങ്ങളുടെ മേന്മ കൂട്ടില്ലേ? ആ മനുഷ്യന്റെ ദറജ ഉയർത്തില്ലേ? സ്വാഭാവികതയാണ് എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അത് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ എത്രമേൽ നിർണായകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ആലോചിക്കണം. 1000 മാസങ്ങളെക്കാൾ പോരിശയുള്ള ഒരു രാത്രി ആ രാത്രി നമുക്ക് നൽകിയിരിക്കുകയാണ്. അത് തേടി പിടിക്കുക. എല്ലാ റമദാൻ മാസത്തിലും അവസാന 10 വിശ്വാസം പുലർത്തുന്ന ഈ ജാഗ്രതയുടെ കാരണം ഈ ലൈലത്തുൽ ഖദർ. ഇത് കിട്ടിയ നേട്ടമാണ്. ഈ ഒരു രാത്രി നമ്മുടെ ജീവിതം ഉറക്കമടച്ച് നമ്മൾ ഇരുന്ന് നമസ്കരിച്ചു, നമ്മൾ ഖുർആൻ പാരായണം ചെയ്തു, ദീനിയായ ചർച്ചകൾ പങ്കെടുത്തു. ഈ രാത്രി പല രൂപത്തിൽ പല അമലുകളെ ഇഅ്തികാഫായി പള്ളിയിൽ കഴിഞ്ഞു കൂടുന്ന നിമിഷങ്ങൾ ഒന്നും അല്ലാഹു നിസ്സാരമായി കാണില്ല കേട്ടോ. പടച്ചവൻ ഒരു കാര്യം ഇതൊക്കെ ആരെ കൊണ്ട് സാധ്യമാവുന്ന നിസ്സാര കാര്യങ്ങളാണെന്ന് കണക്കാക്കിയിട്ട് മനുഷ്യന്റെ ഈ ത്യാഗങ്ങളെയും മനുഷ്യന്റെ ശ്രമങ്ങളെയും നിഷ്ഫലമാക്കി കളയുന്നവനല്ല റബ്ബ്. അണുവളവിന്റെ നന്മ, അണുവളവിന്റെ ആത്മാർത്ഥത നിങ്ങൾ കാണിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ മുമ്പിൽ അത് കാണും. ഈ രാത്രിയിൽ നിങ്ങളുടെ ഈ ഉറക്കമൊഴിച്ച് പടച്ചവൻ പരിഗണിക്കാതെ വിടില്ല. ഇതിനെ തേടിയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾ അല്ലാഹു പരിഗണിക്കാതെ വിടില്ല. അത് റബ്ബ് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ദുൽമ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അനീതിയും അക്രമവും ഉണ്ടാകുമെന്ന സന്ദേഹം നമുക്ക് വേണ്ട. പടച്ചവൻ നീതിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ കർത്തവ്യം. ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് പോവുക. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഈ രാത്രിയിൽ പിന്നെയും ചിലത് കൂടി അല്ലാഹു നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ആ മലക്കുകളുടെ ലീഡറായി റൂഹ എന്നറിയപ്പെടുന്ന ജിബ്രീൽ അലൈഹി ഇസ്ലാം ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ വളരെ സ്പഷ്ടമായി ഈ വിഷയം പറഞ്ഞു. ജിബ്രീൽ അലൈഹി ഇസ്ലാം നയിക്കുന്ന മലക്കുകളുടെ സംഘം ഭൂമിയിലേക്ക് മനുഷ്യരെ കാണാൻ വേണ്ടി ഇറങ്ങി വരുമെന്ന്. ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന മലക്കിന്റെ ദൗത്യം നമുക്കറിയാം. അദ്ദേഹം പ്രവാചകന്മാരിലേക്ക് മാത്രം വന്നുപോയ മലക്കാണ്. പ്രവാചകന്മാരിലേക്ക് മാത്രം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹയുമായി വന്നുപോയൊരു മലക്ക്, 600 ശക്തപ്രകാശത്തിന്റെ ചിറകുകളുള്ള ഒരു മലക്ക്. ആ മലക്ക് നയിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന മലക്കുകൾ അള്ളാഹുവിന്റെ പട്ടാളം വിശ്വാസികളെ കാണാൻ വേണ്ടി അവർക്ക് സലാം ആശംസിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന നാൾ. അതാ ലൈലത്തുൽ ഖദറിന്റെ ചെറിയ വിഷയമല്ല. പ്രവാചകന്മാരിലേക്ക് വന്ന മലക്ക്, ആ പ്രവാചകന്മാരിലേക്ക് വന്ന മലക്കിന്റെ വരവ് നിന്നു. റസൂലിന് ശേഷം ഒരു പ്രവാചകൻ ഇന്ത്യയിൽ വഹി ഇറങ്ങിയിട്ടില്ല, ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ലല്ലോ. റസൂൽ വരെയാണ് വഹയുമായി ജിബ്രീൽ വന്നത്. പിന്നെ ഒരു വഹയും ഇവിടെ വന്നിട്ടില്ല, ഒരു വഹയും ഇറങ്ങിയിട്ടില്ല, ഒരു പ്രവാചകൻ വന്ന് ജീവിച്ചിരിപ്പില്ല. ഒരു പ്രവാചകന് ശേഷം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിക്ക് അവസാനം ഇറങ്ങിയ ആയത്തിലൂടെ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവസാനത്തെ ആയത്ത്. ഈ ആയത്തുമായി വന്ന് ജിബ്രീൽ പിന്നെ വന്നിട്ടേ ഇല്ല വഹയുമായിട്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷെ വർഷാവർഷം ഖുർആൻ ഇറങ്ങിയ ആ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അള്ളാഹു നടപ്പിലാക്കുന്ന ലൈലത്തുൽ ഖദർ എന്ന രാത്രിയിലെ ജിബ്രീലും മാലാഖമാരും കൂടി പട്ടാളം, അള്ളാഹുവിന്റെ പട്ടാളവും ഭൂമിയിലേക്ക് വിശ്വാസികളെ കാണാൻ വേണ്ടി ഇറങ്ങി വന്നിട്ട് അവർക്ക് സമാധാനം ആശംസിക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. ലൈലത്തുൽ ഖദർ രാത്രിയിൽ പ്രവാചകന്മാരിലേക്ക് മാത്രം വന്ന മലക്ക് ജിബ്രീൽ നമ്മളെ തേടി നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമുള്ള അനുഗ്രഹമാണത്. ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാം നയിക്കുന്ന മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക, അവർ നമ്മളെ മുസാബത്ത് ചെയ്യുക, നമ്മളിലൂടെ കടന്നു പോവുക, നമുക്ക് വേണ്ടി സമാധാനം പറയുക എന്ന് പറഞ്ഞ സലാമുൻ സലാമുൻ ഫജ്ർ എന്ന് പ്രഭാതം വരെയും, അന്ന് പ്രഭാതം വരെയും പ്രശാന്തമായിരിക്കും അന്തരീക്ഷം, പ്രശാന്തമായിരിക്കും വിശ്വാസികളുടെ ഉള്ളകങ്ങൾ. അങ്ങനെ എല്ലായിടങ്ങും ശാന്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് മലക്കുകളുടെ സാന്നിധ്യത്തിലൂടെ ഭൂമി നടപ്പിലാക്കപ്പെടുക എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ മലക്കുകളായ ജിബ്രീൽ അലൈഹി ഇസ്ലാം അടക്കമുള്ള മലക്കുകൾ നമ്മളിലേക്ക് വരുന്നു എന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കേണ്ട രാത്രി, പ്രതീക്ഷയോടുകൂടി തിരഞ്ഞു പിടിക്കേണ്ട രാത്രി അതാ ലൈലത്തുൽ ഖദർ. ഈ ലൈലത്തുൽ ഖദറിനെ തേടിയുള്ള ആ ഒരു പ്രവൃത്തി ഇപ്പൊ ഇന്ന് 23-ാം രാവാണ്, വളരെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു രാത്രിയാണ്. അത് മാത്രമല്ല വെള്ളിയാഴ്ച രാത്രി കൂടിയാണിത്. ഈ വെള്ളിയാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച രാത്രി, രാവും രാത്രി ഒരേ അർത്ഥമുള്ള വാക്കാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയ ഒരു വാക്കാണ്. രാവ് എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ രാത്രിയും, രാത്രി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസത്തെ രാത്രിയും നമ്മൾ കണക്കാക്കാം. വെള്ളിയാഴ്ചയുടെ രാത്രി, വെള്ളിയാഴ്ചയുടെ രാവ് രണ്ടും ഒന്നിനാണ്. ഈ നമ്മുടെ ഒരു ചന്ദ്രവർഷ കണക്ക് പ്രകാരം പോകുന്നത് കൊണ്ട് ആദ്യം രാത്രിയും പിന്നെ പകലുമാണെന്ന കണക്ക്. ആദ്യം രാത്രി പിന്നെ പകൽ. അതുകൊണ്ട് തന്നെ ഇത് വെള്ളിയാഴ്ചയുടെ രാത്രിയാണ്. നാളെ അസ്തമയത്തോടുകൂടി വെള്ളിയാഴ്ച അവസാനിക്കുന്നു. അടുത്ത രാത്രി ശനിയാഴ്ചയുടെയാണ്. അതാണ് കണക്ക്. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയുടെ രാത്രി കൂടിയാണിത്. വളരെ പോളിഷിയാക്കപ്പെട്ട രാത്രി. വെള്ളിയാഴ്ചയുടെ രാവ് എന്നുള്ളത് കൊണ്ടും 23-ാം രാവ് എന്നുള്ളത് കൊണ്ടും ഇരട്ടി മധുരം നൽകപ്പെടുന്ന ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രി എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ച് നിർണായകമായ നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ. ഇതുപോലെ ഈ ഒരു രാത്രി കൂടെ അല്ലെങ്കിൽ 27-ാം രാവ് ഒരു രാത്രിയിലേക്ക്, ഒരു പർട്ടിക്കുലർ ഒരു രാത്രിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാതെ ഓരോ ദിനവും ഓരോ രാത്രികളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് വളരെ ചെറിയൊരു കാലഘട്ടമാണല്ലോ, ഒരു 10 ദിവസം. ആ 10 ദിവസത്തിനകത്ത് നമുക്ക് കിട്ടാവുന്ന ഓരോ രാത്രികളും വളരെ പ്രതീക്ഷയോടുകൂടി തളർന്നു പോകാതെ, വാടിപ്പോകാതെ
പരിശ്രമിക്കുക. പള്ളികളിൽ ഇത്തികാഫുകൾ വർദ്ധിപ്പിക്കുക, വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ, ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, പ്രധാനമായും അള്ളാഹുവിനോട് മാപ്പിരുന്നുകൊണ്ടിരിക്കുക. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുന്ന, നബിയെ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമ്മൾ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതെന്ന്? ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഏതെന്ന് അറിഞ്ഞാൽ ആ രാത്രി നമ്മൾ എന്തെങ്കിലും ചോദിക്കേണ്ട അള്ളാഹു സവിശേഷമായിട്ട് പ്രത്യേകമായി ചോദിക്കുന്നെങ്കിൽ എന്ത് ചോദിക്കണമെന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞു, ആയിഷ, നീ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന്. അള്ളാഹുവേ, നീ മാപ്പാണ്, നീ മാപ്പ് കൊടുക്കുന്നവനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ അതിന് ഇഷ്ടപ്പെടുന്നവനുമാണ്. അള്ളാഹു ഏറെ ഇഷ്ടമാണ് മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക. ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി എന്ന് അള്ളാഹു അൽവാഹിൽ ആദ്യം ലൗഹുൽ മഹ്ഫൂദിൽ പടപ്പുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ആദ്യം രേഖപ്പെടുത്തി വെച്ച സംഗതി എന്തറിയുമോ? എന്റെ കാരുണ്യം എന്റെ കോപത്തെ മുൻകടക്കുമെന്ന്, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മുൻകടക്കുമെന്ന്, അതിനെ അതിജീവിക്കുമെന്ന്. കാരണം ഏത് വിഷയത്തിലും മനുഷ്യനുണ്ടാകുന്ന സൃഷ്ടികൾക്കുണ്ടാകുന്ന ചാബല്യങ്ങളോ വീഴ്ചകളോ കണ്ടിട്ട് കോപത്തിനും ക്രോധത്തിനും അവർ ശിക്ഷിക്കുന്നവനല്ല, അവരോട് പിന്നെയും കാരുണ്യം കാണിക്കുന്നവനാണ് റബ്ബ് എന്ന്. ആ റബ്ബിന്റെ കാരുണ്യം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ മാപ്പ്. റബ്ബിന് ഏറ്റവും ഇഷ്ടം അള്ളാഹു മാപ്പ് കൊടുക്കാൻ, മനുഷ്യന് പുറത്തു കൊടുക്കാൻ ഇഷ്ടം. അതുകൊണ്ട് അള്ളാഹു പൊറുക്കുന്നവനും പൊറുക്കുന്നു കൊടുക്കുന്നതിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന റബ്ബേ ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന്, എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ വിശ്വാസികൾ ഒന്നുകൂടി പരിശോധിക്കണം, മുത്തക്കിയാകുന്നുണ്ടോ നമ്മളെന്ന്. നമ്മൾ ഇന്നലെയും പറഞ്ഞു തഖ്വ. ആ തഖ്വ എങ്ങനെ നമ്മൾ പരിശോധിക്കണം. റമദാൻ മാസം വന്നു, നമ്മൾ തഖ്വയിലേക്ക് പടിപടിയായി കയറി വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മൾ ഇന്നലെയും പറഞ്ഞൊരു കാര്യമുണ്ട്. ആ രണ്ടാമത്തെ ഒരു കാര്യം അഫീനാനിന്നാസ്. ഖുർആൻ പറഞ്ഞു ആരാണ് മുത്തഖി, ആരാണ് മുത്തഖി എന്ന്. തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകളെ കുറിച്ച് വീണ്ടും വിചാരമുണ്ടായി ഖേദത്തിലേക്ക് പെട്ട് പശ്ചാത്തപിക്കുന്നവരാണ് മുത്തഖി എന്ന് നമ്മൾ ഖുർആൻ പറഞ്ഞ സൂറത്ത് ആലി ഇമ്രാൻ അതേ വാക്ക് ഇന്ന് നമ്മൾ അത് പരിശോധിച്ച് നമ്മൾക്ക് അങ്ങനെ വീണ്ടും വിചാരം വന്നിട്ടുണ്ടോ? ഈ തഖ്വയുണ്ട്. ചെയ്തുപോയ പാപങ്ങൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നുണ്ടോ? കുറ്റബോധം നമ്മളെ വേട്ടയാടുന്നുണ്ടോ? നമുക്ക് തഖ്വ വന്നിട്ടുണ്ട്, തഖ്വയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് പക തോന്നുന്ന, നമുക്ക് വെറുപ്പ് തോന്നുന്ന, നമുക്ക് അനിഷ്ടമായ രീതി നമ്മളോട് പെരുമാറിയിട്ടുള്ള, നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളവർക്ക് മാപ്പ് കൊടുക്കാവുന്ന വിധം മനസ്സ് വിശാലമായിട്ടുണ്ടോ പരിശോധിക്കാം. ബാക്കിയുള്ള മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും തഖ്വയുടെ ലക്ഷണം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് തഖ്വയിൽ അത് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുന്നവനെ പടച്ചവനെ മാപ്പിന് അർഹതയുള്ളൂ. എന്ന വാക്ക് ചേർത്ത് പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ ഭൂമിയിലൂടെയുള്ള കരുണ കാണിക്കും, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾ മാപ്പ് കൊടുക്കുക ബാക്കിയുള്ളവർക്ക്, അവരുടെ വീഴ്ചകൾ, അവരുടെ പാളിച്ചകൾ, അവരുടെ പറഞ്ഞു പോയ വാക്കുകൾ. ജീവിതമാണ് മനുഷ്യൻ, നമുക്ക് ഇന്ന് ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന ജീവിതമാണ്. സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. നമുക്ക് ഒരുപാട് ബന്ധങ്ങളും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഉണ്ട്. മേലുദ്യോഗസ്ഥരുണ്ട്, കീഴുദ്യോഗസ്ഥരുണ്ട്, അങ്ങനെ ഒരുപാട് ജനങ്ങൾക്കിടയിൽ നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ഒരേ കണക്ക് ഒരേ മീറ്ററിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല. ജനങ്ങളുടെ സ്വഭാവങ്ങൾ വൈവിധ്യമാണ്, വിഭിന്നമായ ശൈലിയാണ് ജീവിതത്തിൽ ജനങ്ങൾക്കുള്ളത്. ചില ആൾക്കാർ ദേഷ്യക്കാരായിരിക്കും, ചില ആൾക്കാർ പരിക്കൻശേഖിയായിരിക്കും, ചില ആൾക്കാർക്ക് സംസാരത്തിൽ എടുത്തിയാട്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെ പലരും പല രീതിയിലെ പ്രവർത്തിക്കുക. ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ സങ്കടപ്പെടുത്തിയേക്കാം. ആ സങ്കടങ്ങളുടെ പേരിൽ വെറുപ്പും വിദ്വേഷവും പകയും മനസ്സിൽ കൊണ്ട് നടക്കുന്നവന്റെ പേരല്ല വിശ്വാസി. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാതെ അവൻ പറഞ്ഞു പോയ വാക്കിന്റെ പേരിൽ പോലും വെറുപ്പ് മനസ്സിൽ വെച്ചിട്ട് ചെയ്തു കൂട്ടിയ എല്ലാ അപരാധങ്ങൾക്കും അല്ലാഹു നീ എനിക്ക് മാപ്പ് നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ എത്ര പ്രാർത്ഥിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹുവോട് മാപ്പ് ചോദിക്കുമ്പോൾ റബ്ബേറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് മാപ്പ് കൊടുക്കുക എന്നുള്ളത്. മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത്, മനുഷ്യൻ ചെയ്ത എല്ലാ പാതകങ്ങളും പുറത്തു കൊടുക്കുക എന്നുള്ളത്. ആ പൊറുക്കലിനെ റബ്ബിനോട് ചോദിക്കുമ്പോൾ നമുക്കൊരു വിശാലത ഉണ്ടാകണം. അത് തഖ്വയാണ്. ആരാ മുത്തഖി എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ വിശദീകരിച്ച രണ്ട് കാര്യങ്ങളാണ്. കോപം നിയന്ത്രിക്കുക, കോപത്തെ നന്നായി നിയന്ത്രിക്കരുത്. ദേഷ്യം വരുമ്പോഴെങ്ങും അത് പ്രകടിപ്പിക്കുന്നതിന്റെ വിജയം എന്നുള്ളത് എല്ലാ ഘട്ടങ്ങളിലും, പ്രധാനമായിട്ട് റമദാൻ മാസത്തിലൊക്കെ നമ്മൾ അനാവശ്യമായ ചില തർക്കങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. നിസ്സാര വിഷയങ്ങൾക്ക് അത്താഴി പാതിരാ സമയത്ത് ലൈലത്തുൽ ഖദർ തേടി നമ്മളൊക്കെ കാത്തിരിക്കുക. എല്ലാ പള്ളികളും സജീവമാണ്, നമ്മൾ മാത്രമല്ല എല്ലാ പള്ളികളും സജീവമാണ്. അവിടേക്ക് അത്താഴങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ വിളമ്പുന്നിടത്തൊക്കെ പലപ്പോഴും 27 രാവും 27 രാവൊക്കെ മിക്കവാറും ഒക്കെ അവിടെ ഒരു കൂട്ട അടിമല നടക്കുന്ന സാഹചര്യം, അവിടെ തർക്കങ്ങൾ നടക്കുന്ന സാഹചര്യം, പിടിച്ചു മാറ്റാൻ പിന്നെ ആള് നിൽക്കേണ്ട അവസ്ഥ. ഏത് റമദാൻ മാസത്തിൽ പോലും ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിൽ സലാഡിന്റെയും പപ്പടത്തിന്റെയും മസാലയുടെയും പേരിൽ പറഞ്ഞിട്ട് പോലും അവിടെയും തർക്കമുണ്ടാക്കി തമ്മിലടിക്കുന്ന അവസ്ഥയിലേക്ക് നിലവാര തകർച്ച ബാധിച്ചു പോയ ഒരു സമുദായമായി നമ്മൾ മാറിയിട്ടുണ്ട്. ഇതാണ് തഖ്വ എന്നുള്ളത്. അല്ലെ തഖ്വ അതല്ലേ എന്ന് കോപം നിയന്ത്രിക്കുക, കോപത്തെ നിയന്ത്രിക്കുക. ആൾക്കാരുടെ പെരുമാറ്റത്തിൽ മോശങ്ങളായ രീതിയിൽ പെരുമാറുമ്പോൾ ചില വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ കൊള്ളുന്ന വിധത്തിൽ ഉണ്ടായാൽ തന്നെ പ്രതികരിക്കാതെ സംയമനം പാലിക്കാൻ മനുഷ്യനെ പോലെ അതാ മുത്തഖി എന്നുള്ളത്. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയാണ്, പോട്ടെ വിട്ടുകളയാം.
ആരുടെ വെറുപ്പും ദേഷ്യമാണ് ഇത് റമദാൻ മാസമാണെന്ന് എപ്പോഴും ഒരു ബോധത്തോടു കൂടി പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് തഖ്വ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഈ രാത്രി അന്വേഷിച്ചിറങ്ങുമ്പോൾ നമുക്ക് അബദ്ധം പണയാൻ പാടില്ല. ഈ എഴുത്തിൽ കഥ രാത്രി ഹയാത്താക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് അബദ്ധം സംഭവിക്കാൻ പാടില്ല. വ്യക്തമായ ഒരു കാൽക്കുലേഷൻ ഉണ്ടാകണം, വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാകണം. നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലേക്ക് നമ്മൾ കർമ്മം ചെയ്യണം. ആ കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായ വിശ്രമം മുൻകൂട്ടി എടുത്തിരിക്കണം. വ്യക്തമായ ഒരു പ്ലാനോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ കൂടി നമ്മൾ പ്രവർത്തിക്കുക. എന്നാലും അല്ലാഹു നമുക്ക് നഷ്ടപ്പെടുത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. പടച്ചവൻ നമുക്ക് ഇതിന്റെ പരിശുദ്ധിയും ഇതിന്റെ പവിത്രതയും ഈ ലൈലത്തുൽ ഖദറിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കും നമ്മെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ചിന്തിച്ച് ഗൗരവത്തോടെ പ്രവർത്തിക്കുക. അല്ലാഹു നമ്മുടെ ജീവിതം ആഖിബത്തും അല്ലാഹു നന്നാക്കി നൽകട്ടെ. വാഹുദേവത്തിൽ